എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 1, 2026. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗോൾഡിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഫ്രീ ആയിട്ടുള്ള ഒരു ടൂൾ. ഓക്കെ, അത് മാർക്കറ്റിൻ്റെ വോളിയം മനസ്സിലാക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിൽ ക്രിപ്റ്റോ എല്ലാത്തിനകത്ത് നമ്മൾ ഈ ഒരു ടൂൾ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഗോൾഡ്, പിന്നെ ഫോറക്സിൽ മെയിൻലി ഗോൾഡാണ്. പിന്നെ കറൻസി പെയർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇത് BTC. ഓക്കെ, BTC, ബിറ്റ്കോയിൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ട്രേഡ് മാത്രമാണ് യൂട്യൂബിൽ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാറില്ല. ഓക്കെ, ഞാൻ കൊടുത്തിരിക്കുന്ന ലെവൽസ് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൊടുക്കാത്ത ഒരു കാര്യങ്ങളും നമ്മൾ പറയാറില്ല. കാരണം നമുക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പാണ്. വോളിയം പ്രൊഫൈലിൽ പഠിച്ച് അത് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഗ്രൂപ്പാണുള്ളത്. പിന്നെ ഫ്രീ ആയിട്ടൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നമ്മൾ വല്ലപ്പോഴൊക്കെ എൻട്രി ഇടാറുള്ളൂ. കാരണം മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പ് മാത്രമാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ കൊടുക്കുന്ന എൻട്രീസ് മാത്രമാണ് നമ്മളിവിടെ യൂട്യൂബിലായിട്ട് പറയാറുള്ളൂ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വോളിയം പ്രൊഫൈൽ പഠിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എത്രത്തോളം ആക്യുറസി ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രസ്റ്റ് വരണം, അത് പഠിച്ചു കഴിഞ്ഞാൽ വെറുത്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ക്യാഷ് കയ്യിൽ നിന്ന് മുടക്കിയിട്ട് പരീക്ഷിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ പറയാറില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. കാരണം അവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയാറുള്ളൂ. അവിടെ കൊടുക്കാത്ത ഒരു കാര്യങ്ങൾ ഞാനിവിടെ പറയാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇൻ കേസ് ഞാൻ അവിടെ കൊടുക്കാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ധൈര്യമായിട്ട് കമൻറ്റിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ലെവൽസ്, ഞാൻ മേലെയുള്ള 2 ലെവൽസ്, താഴെയുള്ള 2 ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത് ഞാൻ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് നമ്മളെ ലെവൽസിന്റെ താഴെയാണ്. ഇത് വരക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് ദിവസത്തെയാണ് വരച്ചത് കാര്യങ്ങൾ. കാരണം ഞാൻ പ്രീമിയം ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ യൂട്യൂബിൽ പറയുന്നില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിലാണ് ഇതുള്ളത്. ഓക്കെ, ഇത് 24,000 പുട്ടിന്റെ ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്കൊരു സെല്ല് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസിന്റെ താഴെ, ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീടെസ്റ്റിൽ സെല്ല് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കാരണം മാർക്കറ്റ് ഓപ്പൺ ആയത് ഇതിൻ്റെ ഇടയിലാണ്. അതിനുശേഷം എവിടെയാണ് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയത്? ബൈ സൈഡിൽ. കാരണം റെസിസ്റ്റൻസിൻ്റെ മേലെ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബൈ ആണ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിലിട്ട ലെവൽസാണ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം വന്ന സമയത്താണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 367. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം 410 വരെ പോയിട്ടുണ്ട്. നമുക്കൊരു 1:5 വന്നിട്ടുണ്ടായി. വീണ്ടും 1 മിനിറ്റ് ക്യാൻഡിൽ വന്ന് മാർക്കറ്റിൽ സപ്പോർട്ടാണ് എടുക്കുന്നത്. സെക്കൻഡ്, കാരണം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ കൊടുത്ത ലെവൽസാണ്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇതിൻ്റെ മേലെ ആയതുകൊണ്ട് കാരണം നമ്മളിത് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയി ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ ഒരു ബൈ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത് രാവിലെ 9:32 സംതിങ്. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം 9:40. ഇവിടെ ട്രേഡ് മിസ്സായാലും ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ലെവൽസ് ഞാൻ ഇട്ട കാര്യങ്ങൾ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാമിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ട ആളുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു SL ഓക്കെ ആണെങ്കിൽ, ഇത്രയും ചെറിയ SL ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം വോളിയം പ്രൊഫൈൽ എന്നുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റ ടൈം മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യത്തില്ല. അത് എത്ര 1, 2, 3 പ്രാവശ്യം വരുമ്പോഴും അത് ഹെവി ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന ലെവൽസുകളായിരിക്കും. അതിനുശേഷം ആ ലെവൽസിൽ മാർക്കറ്റ് വന്നു. ഏകദേശം മാർക്കറ്റ് ഹൈ ഉണ്ടാക്കിയത് 440 വരെ പോയിട്ടുണ്ടായി. നമ്മൾ SL എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 5 പോയിന്റാണ്. 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് എന്ന് പറയുമ്പോൾ ഏകദേശം 7-8 പോയിന്റാണ് നമുക്ക് SL വരിക. അതിന് പകരം നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് ഫസ്റ്റ് അവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ ഏകദേശം 40 പോയിന്റ് വന്നു. രണ്ടാമത് പോയപ്പോൾ ഏകദേശം 70 പോയിന്റ്, 70-90 പോയിന്റിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളെ ലെവലിൽ നമുക്ക് ഇത് നമ്മളെ വോളിയം പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മെയിനായിട്ടുള്ള ബൈയിങ് സോണാണ്. ആ ബൈയിങ് സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണിൽ സെല്ല് സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഈ ഒരു സോണിൽ സ്കാൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ റീടെസ്റ്റ് വന്നു. ഈ ലെവൽസുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ലൈവായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ആ ലെവലിൽ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് എടുത്തു. അവിടുന്ന് മാർക്കറ്റ് 407 മാർക്കറ്റ് ഏകദേശം ഒരു 50 പോയിന്റ് മാർക്കറ്റ് ഫോളോ ചെയ്തു. അപ്പോൾ എടുക്കേണ്ട ആളുകൾക്ക്
നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ എന്തായാലും ബുക്ക് ചെയ്യണം, കാരണം ഇത് നമ്മളെ ഹെവി ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, കാരണം ഇന്നലെ കൊടുത്ത ലെവലാണ്. അപ്പോൾ ഇത് ഹെവി ഇമ്പോർട്ടൻ്റ് ആയ ലെവലാണ്. അതിനുശേഷം വീണ്ടും നമ്മളെ ലെവൽസിൽ നമുക്ക് ബൈ ആക്റ്റീവായി അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഷൂട്ട് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്തു. ഇവന്തോ ആ ലെവലിലേക്ക് 66 പോയിന്റ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം 123 വരെ വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് SL 400ലേക്ക് ട്രെയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡിലൊക്കെ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈ എടുത്ത ആളുകൾക്ക് SL 400ലേക്ക് ട്രെയിൽ ചെയ്ത് നോക്കാം. 400 താഴെ ക്ലോസിങ്ങിന് എക്സിറ്റ് ആണെന്ന് പറഞ്ഞു. മാർക്കറ്റ് ഏകദേശം 408 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവന്തോ പുതിയ എൻട്രി എടുക്കുന്ന ആളുകൾക്കും 8 പോയിന്റിൽ SL എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പുതിയ ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. ഗ്രൂപ്പിൽ കൊടുക്കാത്ത കാര്യം ഞാൻ പറയാറില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹൈ നോക്കി കഴിഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞത് 400 ട്രെയിൽ ചെയ്യുക. ആ 400 നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ എൻട്രി എടുത്തു കഴിഞ്ഞാലും ഏകദേശം 190 പോയിന്റ് നമുക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ലെവൽസിൽ നിന്ന് ഓൾമോസ്റ്റ് 243 പോയിന്റ് പ്രീമിയത്തിൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 ലെവൽസ്. ഓക്കെ, ഈ ലെവൽസ് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇന്നലെ കൊടുത്തതാണ്. ഈ ലെവൽസ് ലൈവിൽ ഞാൻ ഈ ഒരു ടൈമിൽ ഇത് ബ്രേക്ക് ചെയ്തപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് നമ്മുടെ ട്രാപ്പ് സെറ്റപ്പ് അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സെറ്റപ്പാണ്. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത സെറ്റപ്പാണ്. ട്രാപ്പ് സെറ്റപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് SL ട്രെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാപ്പ് സെറ്റപ്പ് ആണെങ്കിലും കറക്റ്റ് ലെവൽസിൽ വന്നു, റീടെസ്റ്റ് എടുത്തു. അവിടെ നിന്നാണ് മാർക്കറ്റ് 100-200 പോയിന്റ് ഈസി ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രാപ്പ് സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 195 പോയിന്റ്. ഓക്കെ, SL എന്ന് പറയുന്നത് ഏകദേശം 8-10 പോയിന്റ് SL ആണ്. 195 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സ്ട്രൈക്കിൽ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടും ഉണ്ടായിരുന്നത്. ഓക്കെ, കാരണം ഇവിടുന്ന് സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് സ്കാൽപ്പ് ചെയ്യുക, കാരണം സെക്കൻഡ് മാർക്കറ്റിൽ ബെൻഡ് ആയിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഈ ഒരു ഏരിയ ഹെവി സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം അത് ഞാൻ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇന്ന് എവിടെയാണ് വരച്ചത്, അതിൻ്റെ റീസൺ എല്ലാം ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ട്രാപ്പ് സെറ്റപ്പും അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഫോളോ ചെയ്ത എല്ലാവർക്കും മാന്യമായ പ്രോഫിറ്റ് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഗോൾഡിലേക്ക് ഒന്ന് പോകാം. ഗോൾഡിൽ നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാർക്കറ്റ് ലീവായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതായിട്ട്, കാരണം ഇത് ഫസ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം 3:30 ക്യാൻഡിലാണ്. അതിനുശേഷം ഈ ഒരു സോണിൽ നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ 7:30 ടൈമിൽ. അതിനുശേഷം ഈ ഒരു സോണിൽ നമ്മൾ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഹെവി സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഓക്കെ, കാരണം കഴിഞ്ഞ ദിവസം സപ്പോർട്ട് എടുത്തതാണ്. പക്ഷെ ഇന്ന് ഓപ്പണിംഗ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ അത് താഴെ പോയി. പക്ഷെ അത് വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് മേലെ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു ഈ ലെവൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ബൈ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ, ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 24.7 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 32 സംതിങ്ങിൽ ഞാൻ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സെല്ല് ഇപ്പോഴും നമ്മൾ ഹോൾഡിംഗ് ആണ് ഉള്ളത്. അതിനുശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് ബൈ എന്ന് പറയുന്നത് ഈ ഒരു സോണ്, പിന്നെ ഈ ഒരു സോണ് ബൈ സോണാണ്. മാർക്കറ്റ് ആ ലെവലിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തു ഓൾമോസ്റ്റ് 3 മണിക്കൂർ മാർക്കറ്റ് ആ ലെവലിലാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. 3 മണിക്കൂർ ഓക്കെ, 3 മണിക്കൂറും 10-15 മിനിറ്റും മാർക്കറ്റ് നമ്മൾ ആ ലെവലിൽ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ 2 ലെവൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. എവിടെയാണ് ബ്രേക്ക് ചെയ്തത്, ഇതാണ് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ. മാർക്കറ്റ് ഇവിടെ വരെ വന്നു, 9 വരെ വന്നു. നമുക്കൊരു SL 6 പോയിന്റ് SL വരും. അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും ഫോളോ ചെയ്തു. ഏകദേശം 10-19 പോയിന്റ് മാർക്കറ്റ് ഫോളോ ചെയ്തു. വീണ്ടും മാർക്കറ്റ് നമ്മൾ ലെവലിൽ ഒന്ന് ഫോളോ ചെയ്തു. ഈ ലെവൽ ഇത് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 10-14 നിങ്ങൾക്ക് സെല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ആണ് ഇത് 2 ലെവൽസ്. അതേപോലെ ഇത് റെസിസ്റ്റൻസ് ആണ്. ഇനി ഇതിൻ്റെ മേലെ ഒരു ക്ലോസ് കിട്ടിയാൽ നമുക്ക് റീടെസ്റ്റിൽ ബൈ നോക്കാൻ വേണ്ടി പറ്റും ഈ ഒരു SL വെച്ചിട്ട്. ഓക്കെ, സ്റ്റിൽ നമുക്ക് സെല്ലാണ് നമ്മളെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ സെല്ലുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ സെല്ലുണ്ടായിരുന്നു, ഇതിൻ്റെ റീടെസ്റ്റിൽ സെല്ലുണ്ടായിരുന്നു, ഇവിടെ സെല്ലുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും നമുക്ക് സെല്ലാണുള്ളത്. അപ്പോൾ ഈ ലെവൽസ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. ഓൾമോസ്റ്റ് 1 hour എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത് നോക്കിയ ആളുകൾക്ക് എന്തായാലും മാന്യമായ പ്രോഫിറ്റ് കിട്ടിക്കാണും. ഓക്കെ, പിന്നെ നാസ്ഡാക്കിൻ്റെ ലെവൽസ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്.
എടുത്ത ആളുകൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ലെവലിലാണ് ഇതേ മൾട്ടി ബാങ്കിന്റെ ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ബൈ സോണാന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് കഴിഞ്ഞ ദിവസത്തെ ബെൻഡായ ഏരിയ ആണ്. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഹെവി സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇവിടെ വന്നു, രണ്ടാമത്തെ പ്രാവശ്യം വന്നു, മൂന്നാമത്തെ പ്രാവശ്യം മാർക്കറ്റ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 60 പോയിന്റിന്റെ അടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഒരു 1:3 അടുത്ത് നമുക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ ഞാൻ ഓൾറെഡി മൾട്ടി ബാങ്കർ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലെവൽസും ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആളുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം മാന്യമായ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ യൂറോ USDയിലൊരു സെൽ വ്യൂ ഉണ്ട്. ഇതാണ് നമ്മളെ വ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ താഴെ ബിലോ സെല്ലാണ് നമ്മൾ നോക്കുന്നത്. SL ഈ ലെവലിന്റെ മേലെയാണ്. സ്റ്റിൽ നമ്മുടെ ട്രേഡ് റണ്ണിങ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം പ്രൊഫൈലിന് ഇത് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ പറയാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പറയുന്നു. അപ്പോൾ നാളത്തേക്കുള്ള ലെവൽസ് ഞാൻ ഇന്ന് നൈറ്റിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിച്ച് അത് മാത്രം ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്, ഫോറക്സിൽ ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.